സാറേ, നമ്മുടെ ഈ പ്രളയക്കെടുതി കാണാനും ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കാനായിട്ട് ആക്രാന്തജി അവിടെ നിന്ന് വരുമെന്ന് പറയുന്നുണ്ട്. വരും. പക്ഷെ പ്രശ്നം ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാലേ, ആക്രാന്ത് സാറിന് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് ഒരു എയർപോർട്ടിൽ വെള്ളം കയറിയിട്ട് അത് അടച്ചിട്ടൊക്കെയാണ്. ഒരു വെള്ളം എടുത്ത് തുടങ്ങാൻ പറയടാ, പുന്നമടക്കായൽ പൊങ്ങും. അപ്പൊ അങ്ങനെ പ്രശ്നമുണ്ട്. മാത്രമല്ല, അപ്പക്കുട്ട സാർ പ്രത്യേകം പറഞ്ഞു, ദുരിതാശ്വാസ ക്യാമ്പിൽ കിടക്കുന്നവർക്ക് ഭക്ഷണമൊക്കെ എത്തിക്കാൻ പിരിവ് തുടങ്ങിക്കോളാം. ഈ വെള്ളപ്പൊക്കത്തെക്കാളും വലിയ ദുരന്തമാണ് ഈ രാഷ്ട്രീയക്കാർ. അതെ. അപ്പൊ ബക്കറ്റ് ഒരു 4-5 മേടിച്ചോ. അതുണ്ടാവൂലേ? അപ്പൊ അത് അതായത് കാര്യങ്ങളൊന്ന് ഒന്ന് ഉഷാറാക്കണം. ശരി. കാരണം നമ്മള് ഇലക്ഷൻ വരാൻ പോവാണ്. നമ്മളായിട്ട് ഇനിയേ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് വരുത്തണം. വരുത്തിയാ മതി. ശരി. ചെയ്യണമെന്നില്ല. ഞാൻ വിളിക്കാം. നിനക്ക് എന്താ കുഴപ്പം? കഴിക്കളിയാകട്ടെ. നീ തന്നോണ്ടിരിക്കല്ലേ എനിക്ക് കൂടെ തരണ്ട നീ കേട്ടാ. അവനെല്ലാം തമാശ. പിന്നെ ഈ പൊതുജനങ്ങൾ ഈ ക്യാമ്പിൽ കിടക്കുന്നവർക്ക് വല്ല കൊടുക്കേണ്ടത് ആരെത്ര ദിവസം കൊടുക്കുന്നാണ്. പിന്നെ അവിടെ ഇവരെ കുറെ പോലീസുകാരെ ഡ്യൂട്ടി കിട്ടുന്നുണ്ട്. അവരൊക്കെ തീറ്റി പോരല്ല, അവർക്ക് കൊടുക്കണ്ടേ. എല്ലാത്തിനും കൂടെ മേക്കണമെങ്കിൽ ഇത് കയ്യിൽ നിന്ന് എടുത്തിട്ട് ചെലവാക്കാൻ പറ്റുമോ? ഇങ്ങനെ തന്നെ പിരിവൊക്കെ എടുത്ത് തന്നെയാണ്. ഈ പെരുമഴ പെയ്യുമ്പോ ആശ്വാസം ആർക്കെന്നറിയാമോ? രാഷ്ട്രീയക്കാർക്കാ. നിങ്ങൾക്ക് തന്നെ ഒരു കുഴപ്പമില്ലല്ലോ. ആശ്വാസം മുഴുവൻ പിള്ളേർക്കാണ്. ഒരുത്ത ഇന്നലെ പ്രാർത്ഥിക്കാണ്, ദൈവമേ മഴ കുറെ ദിവസം കൂടെ നിൽക്കണേ, സ്കൂളിൽ പോകണ്ടല്ലോ, സ്കൂൾ അവധി കിട്ടുമല്ലോ എന്ന്. ആണാ? അല്ലടാ, പണ്ട് മഴ പെയ്താൽ നമുക്ക് ഏതെങ്കിലും സ്കൂളിൽ അവധി തന്നിട്ടുണ്ടോ? നമ്മള് നനഞ്ഞല്ലേ ഇപ്പൊ 2 മഴ അടുപ്പിച്ച് പെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം സ്കൂളിൽ. അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പായിട്ട് ആ സ്കൂൾ പ്രഖ്യാപിക്കുകയാണെങ്കിൽ നമുക്ക് അവധി കിട്ടും. ഓർമ്മയിൽ അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷെ വേറെ കാര്യമുണ്ട്, പഴയ കാലം അല്ലല്ലോ. ഇതിപ്പോ വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനങ്ങളില്ല. അതുകൊണ്ട് പെട്ടെന്ന് വെള്ളം. പിന്നെ വേറൊരു സമാധാനം, മഴയാകുമ്പോ പിള്ളേർ പോകണ്ട, അത് തന്നെ നല്ലത്. ഇവിടെ ഇരുന്നോളൂല്ലോ. ഈ മരങ്ങളൊക്കെ ചാഞ്ഞിരിക്കുക വഴിയിലോട്ട്. ഒരു കണക്കിന് നല്ലത് തന്നെ. നല്ലതാ. അല്ല, പിള്ളേരെ സ്കൂളിൽ വിടാത്ത നല്ലതാണ്. അതെ, പണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങൾ നനഞ്ഞ് വാഴയിലേയും പിടിച്ചും കൊണ്ടാണ്. പനിയും വരൂല, ചമയും വരൂല, ഒരു കുഴപ്പമില്ല. ഇന്നത്തെ പിള്ളേർ ഒന്ന് തലയിൽ തുള്ളി വീണ തുമ്മലായി, ചീത്തലായി. അതാര്? അമ്മായി. അമ്മാവല്ലോ, ഒറ്റയ്ക്കാണ്. അമ്മയുടെ കൂടെ. അമ്മയുടെ കൂടെ ഒരാളുണ്ടല്ലോ. ചെടി എങ്ങോട്ട് വാടാ, ഇതിനൊന്ന് ഇറക്ക്. ഇറങ്ങി ഞാൻ വാങ്ങിച്ചടാ. ഇത് എവിടെ? ആശുപത്രിയിലെല്ലാം കൊണ്ടുപോയിട്ട് വരണ വഴിയാ? അമ്മാവൻ 2 വണ്ടിയില്. നിന്നോട് ആരുടെ ഇതിനെ കൊണ്ടുവരാൻ പറഞ്ഞു? ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ആടിന് വാങ്ങുന്ന ആട് വരുന്നു പറഞ്ഞല്ലേ. നിങ്ങൾക്ക് ആടുണ്ടോ? എന്ത് പ്രശ്നം? ഞാൻ ഇന്ന് ആട് വാങ്ങാൻ ആട് വരുന്നു. ഇവിടെ ഓരോ തോന്നിയാസം കാണിച്ചു വെച്ചിട്ട് എന്നോട് ചോദിക്കാണ്ട് ഒരു ആടിനെ വാങ്ങിയിട്ട് അതിന് ഉക്കാൻ പറഞ്ഞിട്ട് ഞാൻ നാളായിട്ട് വന്നപ്പോഴേക്ക് അവിടെ ആടിനെ കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കും. ഈ ആളിനെ കൊണ്ട് വരുന്നെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ കൊടുക്കുന്നില്ല. ഇതിപ്പോ എന്തിനാ കൊടുക്കണത്? അമ്മായി വാങ്ങിയ അവരെ എനിക്കത് പറഞ്ഞ് മനസ്സിലാവില്ലടാ. അതെ ചേട്ടാ ഒരു കാര്യം ചെയ്ത്, ഇപ്പൊ എന്തായാലും ഇതിനെ കൊടുക്കുന്നില്ല. അങ്ങനെ ചേട്ടൻ പോവാൻ നോക്ക്. ചേട്ടനല്ലേ പറഞ്ഞു എനിക്ക് വന്ന ഉടനെ ഒരു ആടിനെ അതുമില്ല, ഇപ്പൊ ഇതുമില്ല. അതുമില്ല അവിടെ പോയി വേറെ ആടിനെ കിട്ടും. ചേട്ടൻ പോയേട്ടാ, നമ്മള് എന്തെങ്കിലും ആവുമ്പോ പറയാം. കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ? ചേട്ടാ പൈസ കൂടെ ചേട്ടാ അങ്ങോട്ട്. ആട്ടോടെ പൈസ കൊടുക്കുക, അത് ഞാൻ പോ ചേട്ടാ പോ. മനുഷ്യന്റെ മാനം കളയാൻ വേണ്ടി ഇതുവരെ ഇല്ലാത്തൊരു മൃഗസ്നേഹം വിളിക്കും. പ്രശ്നം എന്താ? ഞാൻ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോ ഇവിടെ ഒരു ആടിനെ മേടിച്ചു വെച്ചേക്കണം. അവിടെ അതിനെന്താ ഒരു ആടല്ലേ? ഒരു ആടെന്ന് പറഞ്ഞ് ഇന്നലെ ഞാൻ കടന്നുറങ്ങിയിട്ടില്ലെന്ന് കരഞ്ഞിട്ട്. പിന്നെ ആട് കരയത്തില്ലോടി? ഒരു ജാതി. അമ്മായി എന്തിനാ ഇപ്പൊ ആടിനെ മേടിച്ചേ? എടി നിനക്കറിയാലോ, ഇങ്ങനെ രാവിലെ ചീരയാ കൃഷിയാന്ന് പറഞ്ഞങ്ങ് പോകും. ഞാൻ രാവിലെ തൊട്ട് വൈകിട്ട് ഒരു വീട്ടിൽ ഒറ്റയ്ക്കല്ലോ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ചീരത്തോട്ടത്തിൽ വന്നിരുന്നോളെ? ചീരത്തോട്ടത്തിൽ വന്നിരിക്കാന് ഞാൻ വീട്ടിൽ നിന്ന് ഇതിനെ നോക്കി എന്തായാലും ഒരു ആദായം കൂടി അല്ലോടി. ഒരു കാര്യം ഞാൻ പറയാലോ, എനിക്ക് ആ വീട്ടിൽ ആടിനെ വളർത്തുന്ന ഇഷ്ടമല്ല. അതിന് ഞാൻ വെക്കാൻ പറഞ്ഞ വിറ്റോണം. അത് പറഞ്ഞപ്പോ അവിടെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നേക്കും. അമ്മ ഒന്ന് അടങ്ങ്, അപ്പുറം ഇപ്പുറം ആളുകളുണ്ട്. നീ ആടിനെ നോക്കണ്ട, അത് ആട് മേഞ്ഞ് നടന്നോളും. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ആടിനെ വളർത്താൻ ഞാൻ സമ്മതിക്കില്ല.
ഞാൻ കഴിച്ചത്. പറഞ്ഞായിട്ടില്ല ആടിനെ ഇഷ്ടമല്ലെന്ന്. അമ്മായിക്ക് ഇതിപ്പോ എവിടെ നിന്ന് കിട്ടിയത്? എടാ ഇന്നലെ രാവിലെ ഒരു പയ്യൻ കൊണ്ടുവന്നതാ. അതിന്റെ അമ്മയ്ക്ക് സുഖമില്ല, അരി മേടിക്കാൻ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പം ഞാനിങ്ങ് വാങ്ങിച്ചു. നല്ലതല്ലേ? അല്ല അമ്മാവനോട് ചോദിച്ചിട്ട് പഠിച്ചെങ്കിലാ. അമ്മാവന് ഇഷ്ടമല്ലെന്ന് മേടിക്കണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. ഒരാടല്ലേ? ആ അതാണെങ്കിലും ചോദിക്കണ്ടേ വീട്ടില്? അല്ലേ ഇതിനിപ്പോ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? ഇവിടെ കെട്ടി വളർത്താലോ. ഞാൻ വല്ലപ്പോഴും വരാം. പിന്നെ നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിനെ നോക്കാൻ. പണിയാവും. അമ്മായി ഈ വാജ് പഠിക്കണ പോലെ ഒന്നും അല്ല കേട്ടാ. ഇതിപ്പോ പിള്ളേർക്ക് പുതിയൊരു കളിപ്പാട്ടം കിട്ടുമ്പോഴത്തേക്ക് ഒരു കൗതുകം ഉണ്ടാവത്തില്ലേ, അതാണ് അമ്മായിക്ക്. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ കൗതുകമൊക്കെ അമ്മായിയുടെ അടുത്തും പോകും. ഇതിപ്പോ എന്താ ചേച്ചി നേരത്തെ എന്തുവാ പറഞ്ഞത്? ഇടക്കിടക്ക് ഞാൻ വന്ന് നോക്കിക്കോളാന്ന്. പിന്നെ ഇടക്കിടക്കുള്ള ഈ വരം അങ്ങ് നിൽക്കും, എന്റെയും ചേച്ചിയുടെയും തലയിലാവും. അതാണ് ഇവിടെ സംഭവിക്കാൻ. ഞാൻ പറയണതേ ഒരാടല്ലേ. അയ്യോ ഒരാടല്ലേ, എന്നാ ചേച്ചി നോക്കും. എനിക്ക് ഒറ്റയ്ക്ക് നോക്കാൻ പറ്റില്ല, നമ്മള് നോക്കും. നമ്മൾ നോക്കത്തില്ല, എനിക്ക് പറ്റത്തില്ല ചേച്ചി. എനിക്ക് ഒരുപാട് പണിയുണ്ട്. എനിക്ക് പിള്ളേരെ സ്കൂളിൽ വിടണം, ഏട്ടന്റെ കാര്യം നോക്കണം, ഡാൻസ് ക്ലാസ്സിൽ പോകണം. എനിക്ക് പറ്റൂല. എന്നാ പിന്നെ വേണ്ട, അല്ലെങ്കിൽ തന്നെ എനിക്കൊരു പോത്തിനെ വെക്കാനുണ്ട്. എന്റെ തങ്കം ഒന്ന് വാങ്ങി വെച്ചിട്ട് മിണ്ടായി. ചുമ്മാ ഒരു തന്നെ കളിയാക്കണ ഒരു പരിധിയില്ലേ? നമ്മളെ നിന്നല്ലടാ. എന്നാ പോത്തിന്റെ കൂടെ ഒരു ആടും കൂടി ഇരിക്കട്ടെ. അതെ, ഞാനൊരു കാര്യം പറയാം. എനിക്ക് തോന്നിയ കാര്യം. പറഞ്ഞോ. ശനിയാഴ്ച ഡാൻസ് ക്ലാസ് ഇല്ലല്ലോ, അപ്പൊ ശനിയാഴ്ച നീ നോക്കണം. നിനക്ക് ഞായറാഴ്ച ഡ്യൂട്ടിയില്ല, ഞായറാഴ്ച നീ നോക്കണം. പിന്നെ തിങ്കൾ ചൊവ്വ തങ്കം നോക്കും, ബുധൻ വ്യാഴം ഇവൻ നോക്കും, പിന്നെ വെള്ളിയാഴ്ച പിള്ളേർ നോക്കും. അപ്പൊ സെറ്റായില്ലേ? ഒരു ജോലിയില്ലാതെ നീ വെറുതെ ചെയ്യോ? എനിക്കൊരു ജോലിയില്ല, എനിക്ക് എല്ലാ ദിവസവും ഡ്യൂട്ടി ഉള്ളതല്ലേ. വേണ്ട, അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക്. അത് തന്നെ, അത് മതി. തിരിച്ചു കൊടുത്തേക്ക്. തിരിച്ചു കൊടുത്തേക്ക്. അതാണ് നല്ലത്. അതാ നല്ലത്. തിരിച്ചു കൊടുത്താൽ അത് വിഷമാവും. ഞാനൊരു ഒറ്റ ഐഡിയ പറയാം. നിങ്ങൾ എല്ലാവരും ഒരു രാത്രി ഒന്ന് കണ്ണടച്ചാൽ ഞാൻ ഇതിനെ കൊണ്ട് നമ്മുടെ വീട്ടുകാരെ അന്തർവാന കടയിൽ കൊടുത്ത് അങ്ങനെ മാന്യമായ പൈസയും തരും, ഈ ആടിന്റെ തലയും തരും. സൂപ്പ് ചോദിച്ചൂടെ? അയ്യോ പോ അവിടുന്ന്. വേണ്ട പോ. ഒരു മര്യാദ ഇല്ലടാ, ഒരു മിണ്ടാപ്രാണിയില്ലേ? എങ്ങനെ ഇതിനൊക്കെ മനസ്സ് വരുന്നത്? ഒന്നും വേണ്ട, തിരിച്ചു കൊടുക്കാതെ നല്ലത്. അത് തന്നെ. അമ്മായി എവിടെയെങ്കിലും കൊണ്ടുപോയി കൊടുക്കട്ടെ. എന്തായാലും ഇപ്പൊ ഒന്നും പറയണ്ട. അമ്മായി പോകുമ്പോ കെട്ടുപൊഴിച്ച് അമ്മായിയുടെ കയ്യിലോട്ട് അങ്ങ് കൊടുക്കാൻ കൊണ്ടുപോയിക്കോളാം. അല്ലതേ, അമ്മായിയുടെ പ്രശ്നം വെച്ചാൽ അമ്മാവന് ഇതിനെ അടിച്ചോണ്ട് ആർക്കെങ്കിലും കൊടുക്കുകയെന്നുള്ളതാണ് പ്രശ്നം. കൊടുക്കുകയാണെങ്കിൽ കൊടുക്കട്ടെ. ഇതേപോലെ ഈ കളിപ്പാട്ടം പോലെ ആണെങ്കിലോ കുറച്ച് കഴിയുമ്പത്തേന് അതവിടെ കിടന്ന് അരകിക്കും. ചെയ്യൂപ്പം ഇത്രമാത്രം ടെൻഷൻ എന്തിനാ? ടെൻഷനല്ല, പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും 7000 രൂപയ്ക്ക് ഒരു നഷ്ടമില്ല. ഏറ്റവും കുറച്ച് കണ്ണടച്ച് 10000 രൂപ കൊടുക്കേണ്ടി വരും അതിന്. നല്ല മുതലാണ്, വെറൈറ്റി ചെയ്യാനാണ് സത്യം. ഞാൻ പറയണത് ഇവിടെ നിൽക്കണുണ്ടോ? എനിക്ക് താല്പര്യമില്ല, ഞാൻ ഇപ്പോഴേ പറയാം. വേണ്ട, താല്പര്യം ഉണ്ടോ? എല്ലാരും കൂടി നോക്കുവാണെങ്കിൽ ഞാൻ നിന്നേനെ, ഞാൻ നോക്കിയേനെ. പക്ഷെ എനിക്ക് ഒറ്റയ്ക്കൊന്നും നോക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് തീറ്റൊക്കെ മേടിക്കണ്ടേ, കയ്യിൽ ഒരുപാട് കാശാവും. അമ്മായി എടുത്ത് അല്ല, നമുക്ക് ഇവിടെയൊക്കെ ഒന്നും വേണ്ട വേണ്ട. എല്ലാവർക്കും കടയിൽ പോയി മട്ടൻ കറി കഴിക്കാൻ എന്തൊരു എടുക്ക. ആ ആടിനെ ഒരു ഇച്ചിരി നോക്കാൻ പറഞ്ഞ ആരുമില്ല. കഷ്ടം. എല്ലാവരും ആടിനെ വളർത്തിയിട്ടാണ് കടയിൽ പോയി മട്ടൻ മേടിച്ച് തിന്നണത്. അല്ല, നമുക്ക് അതിനെ തന്നെ മട്ടൻ വെച്ചുവിടും. പിന്നെ എന്തോന്നത് മെഷീനാ? ഇങ്ങനെ കേറി പോണു. എന്തോടെ പരിപാടി? എന്ത് തീറ്റ? പഴമാണ് കൊടുക്കുന്നത്. ആടിന്റെ ഒക്കെ ഒരു യോഗയോടെ മനുഷ്യന് പറ്റുള്ള തരം ആരില്ല. ഇതാര് പഴം പിടിച്ചത്? മാമിയോ? അല്ല, റൊണാൾഡോനെ മുറി നടത്തിയ. എന്റെ മുറിയുന്നോ? അയ്യോ എന്റെ പഴമോ? അയ്യോ, അയ്യോ, ഞാൻ കഴിക്കാൻ പിള്ളേരെ ഓടി എന്റെ പൊന്നാട്, നിനക്കിടെ കഴിക്കാൻ കൊണ്ടുവരുന്നത് സാധാരണ തൊലിയൊക്കെ ഇല്ലേ? ഈ പഴമായിട്ട് കൊണ്ടുവരുമ്പോ നീ ഒന്ന് ചിന്തിക്കണ്ട, ഈ വീട്ടിൽ ആരേലും കഴിക്കാൻ ബാക്കി വെച്ചേക്കുന്നു. ഇങ്ങനെ ചെയ്യാമോ? പഴം നിന്റെ നീ പഴത്തിന് തിന്നുമ്പോ 6 പഴം ഒന്ന് ഞാൻ ലിപ്റ്റോ കൊടുക്കുന്നു. നിങ്ങൾക്ക് തീറ്റ വേണം, നിങ്ങൾ തോല് വിട്ട് അതിനെ കൊണ്ടിട്ട് കൊടുക്കണം. ഞാൻ ദഹനക്കേടിന് കഴിക്കാൻ തലേനെ മൂട്ടി വെച്ചിരുന്ന പഴം എടുത്ത് പിള്ളേർക്ക് കൊടുക്കും. ശരിയാണോ? ഒരു പഴം കൊടുത്തവനാണോ നീ അതിനെ അങ്ങനെ ഒരു പഴത്തിന് 2 രൂപ കൊടുക്കണം. വെറുതെ ആരും തരത്തില്ല. എന്റെ 10-22 രൂപയുടെ പഴം നിന്ന് പൈസ
എടാ, എനിക്കൊരു സഹായം ചെയ്യോടാ. ഇങ്ങനൊരു മുഖമായിട്ട് എൻ്റെ അടുത്ത് മാമി വരുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു 10,000 രൂപ ഞാൻ മേടിച്ചു തരും. എന്താ പറയുന്നു? എന്തിന്? ഇറച്ചിക്കാർ കൊടുക്കും. ദൈവദോഷം പറയരുത്, ദുഷ്ടാ. ദൈവദോഷം? എന്ത് ദൈവദോഷം? കുഞ്ഞിനെ പോലെ വളർത്തുന്നതാ അത്. ഇറച്ചിക്കാർക്ക് കൊടുക്കണല്ലോ. പിന്നെ എന്താ സഹായം? അതല്ലടാ, എടാ അതിന് വിശന്ന് കാണത്തില്ലോടാ. അവിടെ 2 പ്ലാവല വെട്ടിത്താടാ. പ്ലാവില്? ആ, മിസ്സിസ് മധ്യവയസ്കേ, കേരളത്തിലൂടെ വേണ്ട വിട, തിരുവനന്തപുരം ജില്ലയുടെ ഏകദേശം പകുതിയിലൊക്കെ അറിയപ്പെടുന്ന ഒരു ബൈക്ക് മെക്കാനിക്കാണ് ഞാൻ. എന്നോട് ഈ തെറ്റിക്കിടക്കുന്ന പ്ലാവിന്റെ മണ്ടേ കയറി നിങ്ങളുടെ ആടിന് പ്ലാവിനെ പറിച്ചു കൊടുക്കുന്നത് അത് എന്ത് മര്യാദയാണ്? ഞാൻ ഈ വീട്ടിലെ അതിഥിയാണ്. നിങ്ങളുടെ 2 ഏഴക്കാരുണ്ട്, നിങ്ങളുടെ കെട്ടിയുണ്ട്, അവരോട് കാണാൻ പറ. ഞാനെന്താ നിങ്ങളെ തൊഴുത്ത് വൃത്തിയാക്കി നിങ്ങളുടെ ബംഗാളിയോ? ഇവിടെ കേറണ്ടടാ, നമുക്ക് തോട്ടി വെച്ചിട്ട് വലിച്ചു പൊട്ടിക്കാടാ. പറ്റത്തില്ല, നടക്കത്തില്ല. എന്റെ കൊച്ചുങ്ങൾക്ക് തീറ്റ കൊടുത്തിട്ടില്ല, പിന്നെ ഇനി ആടിന്. അയ്യോ. അല്ല എടാ, ഞാൻ പൈസ തരാം. മാമി എനിക്ക് തോല് വെട്ടിക്കൊണ്ട് തരുമ്പോ പൈസ തരുമെന്ന് പ്രതീക്ഷയല്ല. എന്റെ അമ്മച്ചിയുടെ പ്രായമുള്ള നിങ്ങൾ എന്ന് എന്നോട് പറയുമ്പോഴേ, എന്തോന്ന്? അല്ല, പ്രായത്തിലേക്ക് വരുന്ന നിങ്ങൾ വന്ന് എൻ്റെ അടുത്ത് പറയുമ്പോ എന്റെ മനസ്സ് അത്ര ഞാൻ അങ്ങനെ മോശമാവുന്നത് ശരിയല്ലല്ലോ. എത്ര രൂപ? ഒരേലക്ക് 1 രൂപ വെച്ച്. ഒരേലക്ക് 1 രൂപയോ? ഒരു സിഗരറ്റിന് 100 രൂപ വെച്ച്. എടാ അത് ഭയങ്കരമാടാ. ഒരു ചില്ലയ്ക്ക് 100 രൂപ വെച്ച്. ഞാനൊരു 200 രൂപ തരാം. സെറ്റ്. ഓക്കെ. പക്ഷെ കൊണ്ടുവരുമ്പോ കയ്യിലെ പൈസ കിട്ടണം. എടാ ഇല്ലെന്നുണ്ട് ആട് പട്ടിണി കിടക്കും. ഞാൻ നിന്നെ ഇന്ന് വരെ പറ്റിച്ചിട്ടുണ്ടോ? അതില്ല. പലപ്പോഴൊക്കെ 10 രൂപ തന്നിട്ടുണ്ട്. ആ 200 രൂപ 22 രൂപ പഴത്തിന്റെ. എന്തോന്നാടാ ഇത്? പൈസ വേണം നിങ്ങൾക്ക്. തീറ്റ മൊത്തം പൈസക്കകത്തേ ഉള്ളൂ. കുറെ സമ്പാദിക്കുമല്ലോ. പണികൾ ഒപ്പിച്ചോണ്ട് വരുന്നേ. എന്താടി ഇത്ര നേരം? രാത്രി മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഞാൻ ആ ആടിനെ അഴിച്ചൊന്ന് വിറക് വരയിലോട്ട് കെട്ടിയതാ. പിന്നെ റൊണാൾഡോ കുറച്ച് പ്ലാവില കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു, അതും എടുത്ത് കെട്ടിക്കൊടുത്ത്. പാവം. അല്ല, എന്താ എന്റെ ഉദ്ദേശം? ആടിനെ കെട്ടിപ്പിടിച്ച് ഇവിടെ കിടക്കാനാ? നീ നാളെ എന്റെ കൂടെ വീട്ടിലേക്ക് വരില്ലേ? വരും. പക്ഷെ ഞാൻ എന്റെ പെണ്ണിനെ കൊണ്ടേ വരും. ഏത് പെണ്ണ്? എന്റെ ആട്ടുംകുട്ടി. എന്തടി നിനക്ക് ഭ്രാന്തുണ്ടോ? ആടിനൊന്നും കൊണ്ടുവരാൻ പറ്റില്ല, നീ ഒറ്റയ്ക്ക് വന്നാ മതി. എന്നാ നിങ്ങളങ്ങ് പോയാൽ മതി, ഞാൻ വരത്തില്ല. എടി, ഞാൻ കൊണ്ടുവന്ന ആ ബ്രോക്കർ 15 ഉറുപ്പിക്ക് ആടിനെ മേടിക്കാന്ന് പറഞ്ഞു. 7 ഉറുപ്പിക്കല്ലേ നീ വാങ്ങി? എത്ര കാശ് ലാഭം കിട്ടിയിരുന്നു? അതിനാണ് കൊടുക്കാറുന്നില്ലേ? എനിക്ക് 15 കിട്ടിയാലും 20 കിട്ടിയാലും ഞാൻ എന്റെ പെണ്ണിനെ കൊടുക്കത്തില്ല. എനിക്ക് അവള് തന്നെ മതി. ഞാൻ അവളെ നോക്കും. എന്റെ എന്നടി എനക്ക് ഈ മൃഗസ്നേഹം തുടങ്ങി? ആ പണ്ടേ ഉണ്ട്. എന്ത് പണ്ടുണ്ട്? അങ്ങനെയാണെങ്കിൽ എന്റെ ജീവമായിട്ട് ചാവുമോ? 15,000 ഉറുപ്പ് കൊടുത്ത് മേടിച്ച പട്ടിയാണത്. നീ ഒരു ഒറ്റ ഒരുത്തി നോക്കാത്തോണ്ടാണ് അത് വയറ് വലിച്ച് ചത്ത്. എനിക്ക് പട്ടി ഇഷ്ടമല്ല. എനിക്ക് ആടിനെ ഇഷ്ടമല്ല. ആടിന് എന്താ കുഴപ്പം? എടി, അതിന് കൊടന്ന അത് രാത്രി കരഞ്ഞിട്ട് ഉറങ്ങാൻ പറ്റിയ? എന്റെ ചേട്ടാ, ഒരു ജീവി പുതിയ വീട്ടിലേക്ക് ചെല്ലുമ്പം അങ്ങനാ 2-3 ദിവസം കൊണ്ട് അതിന്റെ കരച്ചിലൊക്കെ മാറി അങ്ങ് നമ്മളുമായിട്ട് അങ്ങ് ഇണങ്ങിക്കോളും. അതിന്റെ മൂത്രത്തിനൊരു ഭയങ്കര നാറ്റാടി. ആ വീട്ടിൽ ആടിനെ കെട്ടാൻ പറ്റില്ല. പിന്നെ പട്ടിക്ക് ഒട്ടും നാറ്റമില്ല, നല്ലതാ. മണമായിരുന്നല്ലോ. അതെ, ഞാൻ അവസാനമായിട്ട് ചോദിക്കാം, നീ ആ ആടിനെ ഇവിടെ വിട്ടിട്ട് എന്റെ കൂടെ വരണ്ട? ഇല്ല, വിട്ടിട്ട് വരത്തില്ല. ഞാൻ വരും, പക്ഷെ അവളെയും കൊണ്ടേ വരും. അങ്ങനെയാണെങ്കിൽ അതൊന്ന് കാണും. കാണാം. ഇവിടെ നിന്റെ ആഗ്രഹമാണ്, എന്റെ ആഗ്രഹം നടക്കണം നോക്കാം. ഇവിടെ എന്റെ ആഗ്രഹം നോക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനെ കൊണ്ട് വല്ല എറണാകുളത്ത് പോക്കാം. എന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ പോയിക്കോളാം. ഞാൻ അതിനെ വിൽക്കും ചെയ്യും, നീ എന്റെ കൂടെ വരും ചെയ്യും. വിൽക്കും ഇല്ല, ഞാൻ വരൂല. കാണാം നമുക്ക്. കാണാം. നീ ആ ആടിനെ നിങ്ങൾ ഈ വീട്ടിലെ പെണ്ണുങ്ങളത് എന്തുദ്ദേശിച്ച? നിങ്ങൾ അവളുടെ ഭാഷയ്ക്ക് തുള്ളിയിട്ട് ഈ ജന്തുവിനെ ഇവിടെ വളർത്താനുള്ള പരിപാടിയാ? നിങ്ങളെല്ലാവരും പറ്റില്ല എന്ന് പറ. അപ്പൊ അവൾ അതിനെ കൊണ്ടാണ് പോകുമ്പോടുന്നത്. എവിടെ പോവാനാന്ന്? ഇതിന് നിങ്ങളുടെ കൂടെ വളർത്തിയിട്ട് അവള് ഇവിടെ താമസിക്കാനുള്ള പരിപാടി. ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഇവിടുന്ന് കൊണ്ടുപോകുന്ന പറയാൻ പറ്റുമോ? ഞങ്ങൾക്ക് ഇതിനെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൂടെ? അയ്യോ, പിന്നെ ആടിനോടുള്ള സ്നേഹമൊന്നല്ല അവൾക്ക്. എന്നോട് ചോദിക്കാണ്ട് അവളൊരു ആടിനെ വാങ്ങി. ഞാൻ വന്നിട്ട് അതിനെ ചെതിർത്തപ്പോ എന്നോടുള്ള വാശിക്ക് അതിനെ വിൽക്കില്ല തന്നെ. എന്താ അങ്ങനെ? എന്റെ അമ്മാവനൊരു ഇച്ചിരി ഒന്ന് ഒതുങ്ങാവോ? അപ്പൊ അമ്മാവനാണല്ലോ വാശി മുഴുവൻ. ഞങ്ങൾക്ക് അറിയില്ല. അതിനെ കെട്ടിട്ടെന്ന് കേന്ന് കരഞ്ഞിട്ട് അത് കരയണില്ലല്ലോ. ഒരു വൃത്തികെട്ട മണാടി അതിനെ. എനിക്കൊന്നും പറ്റില്ല അത്. ഇങ്ങോട്ട് നോക്കി. ഇപ്പം എന്താ സംഭവിക്കാൻ പോണെന്ന് വെച്ചാല്, ഇപ്പൊ പിള്ളേര് ഇതിനെ കണ്ടതിന്റെ പുതുമേല കുറച്ച് കഴിയുമ്പത്തിന് പിള്ളേർക്ക് മടുക്കൂലേ? അതുങ്ങൾക്ക് പഠിക്കാനും ട്യൂഷനും പോകാനൊക്കെ ഉണ്ട്. അതുങ്ങളെ ഉപേക്ഷിക്കും. എനിക്ക് ഇതിനെ നോക്കിയിരിക്കാൻ പറ്റുമോ? അപ്പൊ ആരും നോക്കാതാവുമ്പോ അത് അമ്മായി തന്നെ വിളിച്ചുകൊണ്ട് പൊക്കോളൂ അതിനെ. അല്ലെങ്കിൽ അന്നേരം അമ്മായി തന്നെ പറയും, ചേട്ടാ ഇത് ആർക്കെങ്കിലും കൊടുക്കാൻ പറയും.
അതിനൊക്കെ എത്ര ദിവസം കഴിയണം? ഇവള് ഈ സാധനത്തിന് വിൽക്കാണ്ട് ഇവിടുന്ന് പോരില്ല പറഞ്ഞ് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ? എനിക്ക് പണിയില്ലേ? ആ ഞാൻ അവളെ ഇട്ടിട്ട് പോവും. അതിനെ ഉണ്ടാവുക. എന്നോട് കളിച്ചാൽ ഞാൻ ഒരു ദിവസം കപ്പട അല്ലാണ്ട് കൊടുക്കുന്നതിന് അത് തിന്നിട്ടാണ് ചാവുന്നത്. എന്തൊച്ചപ്പാടും ബഹളവും. എന്റെ ക്ലീറ്റോ സമാധാനായി. നല്ല 4 മണിക്ക് ചായ കുടിക്കാൻ നേരത്ത് ഒന്നും ഉണ്ടായില്ല കഴിക്കാൻ. വിശക്കുകയും ചെയ്യായിരുന്നു. പിള്ളേർക്ക് എന്ത് കൊടുക്കുന്ന ഓർത്തിരിക്കുവായിരുന്നു. താ ഇത് അവക്കുള്ളത് മുത്തൂന അല്ലെന്നേ. അത് നെല്ല് മേടിക്കാൻ പറഞ്ഞാ കൊണ്ടാ ഞാനാണ്ട് കൊടുത്ത. അല്ലെന്ന് നമ്മുടെ ആട്ടിനുള്ളത്. എന്തിനാ? എന്ത് സാധനം വെക്കണത്? ഇത് ആടിനോട് കളറുണ്ട് ഇങ്ങനെ വെള്ളം വെക്കണെന്നില്ല. ആടിന് എന്ത് കൊടുക്കാൻ? പഴത്തൊലി. നായര കടയിൽ ക്ലീറ്റോ മനുഷ്യനെന്തെങ്കിലും മേടിച്ചോണ്ട് വരാൻ പാടില്ലായിരുന്ന? നായര കടയില് പഴംപൊരി റെഡിയാക്കണേ ഉള്ളൂ. പഴത്തൊലി ഞാൻ പെട്ടെന്ന് എടുത്തു. അവിടെ അല്ലേ വേർത്തെ വന്നാൽ എടുത്തോണ്ട് പോയി. അപ്പം കുറച്ചുണ്ട് അത്. എന്നിട്ട് പാവല്ലേ, മിണ്ടാപ്രാണിയല്ലേ, അതിന് ചോദിക്കാൻ പറ്റുമോ എനിക്ക് പഴത്തൊലി താന്ന്? നമ്മൾ അറിഞ്ഞു ചെയ്യണ്ടേ. ഞാനെന്നാ പോയി എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. നീ ചായ എടുക്ക്. ചായ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. ഇനി വല്ല അട എന്തെങ്കിലും ഉണ്ടാക്കാം. ചായ ആയാലും മതി. ഇനി അതിന്റെ കൂടെ അടയൊന്നും വേണ്ട. പിന്നെ എല്ലാവർക്കും വിശക്കുന്നുണ്ട് ഈ മഴയും വെള്ളവും പിടിച്ചിട്ട്. എന്റെ ദൈവമേ. അല്ല നിങ്ങളിത് ആണുങ്ങളിത് എന്തിനുള്ള ഉദ്ദേശം? ഈ പെണ്ണുങ്ങളുടെ ഇതിനനുസരിച്ച് തുള്ളാൻ നിൽക്കുക. ഇതിനിവിടെ വളർത്താൻ പോവാണ് അതിനെ. അമ്മാവാ, ഇത് ചീര പോലെ അല്ല. ചീരയ്ക്ക് ഒരുപാട് ജോലിയില്ലേ. ഫുള്ള് വളമിട്ട് ഇതിട്ട് അതിട്ട് ഇതൊന്നും വേണ്ട. ഇതുപോലുള്ള കുറച്ച് പഴത്തൊലിയും കുറച്ച് ഇലയും കുഴയും എല്ലാം കൂടെ ഇട്ട് കൊടുത്താൽ അത് തിന്ന് ഇപ്പം ജിമ്മനെ കയറി തരും. ഒരു 10-15 ദിവസം മതി. ഇത് ഇനം വേറെയാണ്. ഇതൊന്നും മെനയായി കഴിഞ്ഞാണ്ടല്ലോ രൂപ എത്രയെന്ന് അറിയാമോ ഇതിന്റെ വില? ഞാൻ അന്വേഷിച്ച് നല്ല ഡിമാൻഡാണ്. നമുക്ക് അപ്പോഴേക്ക് തട്ടാം. എടാ 10 ദിവസം അത് ഇവിടെ നിൽക്കുക പറഞ്ഞാൽ ഇവളും ഇവിടെ നിൽക്കും. എനിക്ക് എന്റെ കാര്യങ്ങൾ നടക്കണ്ടേ? അതൊക്കെ നമുക്ക് നൈസ്. അമ്മാവനെ ആദ്യം അമ്മയോട് കുറച്ച് സ്നേഹത്തോടെ പെരുമാറും. എന്തിന് സ്നേഹത്തോടെ പെരുമാറ്? ഞാൻ അവളോട് സ്നേഹത്തോടെ പെരുമാറണമെങ്കിൽ ഞാൻ പറയണത് അവള് കേൾക്കണം. അടങ്ങ്, ഒന്ന് താന്ന് കൊടുക്ക്. ഈ പെണ്ണുങ്ങളെ സൈക്കോളജി മനസ്സിലാക്ക്. നമ്മളൊന്നും അവർക്ക് ഇങ്ങനെ താന്ന് നിന്നോട്ട് നമ്മൾ തോളിലൊന്ന് ചവിട്ടാൻ സ്ഥലം കൊടുത്താൽ അവർ പിന്നെ നമ്മളെ തലേ കയറി അങ്ങോട്ട് ഇറങ്ങും. ഇതൊന്നും മിണ്ടായിരിക്കണം. എടാ പ്ലേറ്റോ, നീ വെറുതെ വേഷം കെട്ടിന് നിൽക്കണ്ട. ഇപ്പൊ അതിന്റെ നീ ആ വിറക് പുരയിൽ ഇടണ പോലെയല്ല. ഇനി അതിനൊരു കൂട് കെട്ടണം. അതിന് കാശ് എത്രയാവും? ഉമ്മാവ കൂടൊന്നും വേണ്ട. അത് ഇവിടെ ഇത്രയും പറമ്പ് കിടക്കില്ല. അത് ഇവിടെ മേഞ്ഞ് വല്ലതൊക്കെ കഴിച്ചോളും. നിങ്ങൾ ഇതിനിവിടെ വളർത്താനുള്ള പരിപാടിയാ? ഒരു 10 ദിവസത്തേക്ക് അതൊന്നും ഞാൻ സമ്മതിക്കില്ല. ആ പരിപാടിയെ നടക്കില്ല. ഇവിടെ എന്താ വണ്ടി നിൽക്കാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ വിറ്റ് ലാഭം കൊടുക്കും. അപ്പോഴത്തേക്ക് മനസ്സിലാവും. പിന്നെ ഇത് നോക്കിയോ കുട്ടി നാട്ടിനെ പിടിച്ചോണ്ട് കൊടുത്തിട്ടാ വന്നിരിക്കുന്നു. വീട്ടുകാരെ ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ഗിരിജ എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടോ? അവരെവിടെ? അവരെ കാണട്ടെ, വിളിക്കിങ്ങോട്ട്. കാര്യം പറയാ. അവര് വന്നിട്ട് പറയാൻ കാര്യം. എന്താടാ? ആ നീയോ? എന്തുവാടാ? നിങ്ങൾക്ക് ഇവനെ അറിയില്ലേ? അറിയാം. പറയടാ അങ്ങോട്ട് കാര്യം. മാമി, എന്റെ ആടിന് മാമി തിരിച്ചു തരണം. എന്തിന്? ഞാൻ നീ പറഞ്ഞ കാശ് വന്നിട്ടില്ലേ ആടിന് തന്നേ? ഇന്നെന്തിനാ തരുന്നേ? 10,000 രൂപ വിലയുള്ള ആടിനെ വെറും 7,000 രൂപയ്ക്ക് വാങ്ങിച്ച് വെച്ചിട്ട് കൂട്ടിക്കൊണ്ട് കെട്ടാ അറിയാല്ലേ? ആടിനെ ഇങ്ങോട്ട് തിരിച്ച്.
നീയല്ലേ വന്ന് പറഞ്ഞേ നിന്റെ അമ്മയ്ക്ക് സുഖം ഇല്ലാതെ കിടക്കുവാ, അരി മേടിക്കാൻ കാശില്ല എന്നൊക്കെ പറഞ്ഞ് എന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞപ്പോഴല്ലയോ ഞാൻ ആ പൈസ എടുത്ത് തന്നത്. അതിൽ നീ ആടിനെ എനിക്ക് തന്നത്. ഇനിയിപ്പോ എന്തിനാ ഞാൻ ആടിനെ തരുന്നേ? എടാ ആർക്കും സുഖമില്ലെന്ന്. ഞാൻ ഇവന്റെ അമ്മയാ, എനിക്കൊരു ഗുരുവും ഇല്ല. പിന്നെ ആടിനെ വിറ്റത്? പിന്നെ എന്തിനാ നീ ഇതിന് ഈ കള്ളം പറയണത് ചേർക്കാ? 2 ദിവസം ഞാൻ എന്റെ വീട്ടിൽ ഇല്ലായിരുന്നു, എന്റെ അനിയത്തിന്റെ വീട്ടിൽ പോയി നിന്ന്. ആ സമയം കൊണ്ട് ഈ ചെറുക്കൻ അവന്റെ കൂട്ടുകാരന്റെ കൂടെ പിക്നിക്കിന് പോണോന്നും പറഞ്ഞ് എന്റെ അമ്മണിക്കുട്ടിയെ കൊണ്ട് വിറ്റിരിക്കുന്നു. അതും വെറും ചില്ലി പൈസക്ക്. ചില്ലി പൈസ ഒന്നല്ലേ, അവൻ അത്രയും വേണോന്ന് പറഞ്ഞ അത്രയും തന്നെ കൊടുത്തു. എത്ര? 7000 രൂപയോ? 10-25,000 രൂപ വിലയുള്ള എന്റെ ആട് അമ്മണിക്കുട്ടി. അത് വേറെ ഇനമാണ്. ഞാൻ തരത്തില്ല. എന്നാടാ ഈ പൈസയും കൊണ്ട് കൊടുത്ത എന്റെ ആടിനെ ഇങ്ങോട്ട് വാങ്ങിച്ചോണ്ടോ പോങ്ങോട്ട്. എനിക്ക് പൈസ ഒന്നും വേണ്ട, ഞാൻ ആടിനെ തരത്തില്ല. അമ്മായി ആ പൈസ പിടിച്ച് ആടിനെ കൊടുത്താൽ നോക്ക്. ഒരു മോഷണ കേസിനെ കൊണ്ട് പരാതി കൊടുക്കും. സാരമില്ല അമ്മായി, നമുക്ക് വേറെ ആടിനെ മേടിക്കാം. ഞങ്ങളുടെ ആടവിടെ? ആട് ഉണ്ട് ഇവിടെ, അതോ ഇതും അവിടെ ഉണ്ടോ? അവിടെ കിട്ടിയിട്ടുണ്ട്. അമ്മണിക്കുട്ടിയും കൂടെ വിളിച്ചോണ്ട് പോയി. ഹായ് അമ്മണിക്കുട്ടി, ആടാ അങ്ങോട്ട്. ആടിനെ അഴിച്ചെടുക്കടാ അങ്ങോട്ട്. സാരമില്ല, കൊണ്ടുപോട്ട്. കുറച്ചുകൂടെ പൈസ ഒപ്പിച്ചിട്ട് നല്ല ഒരു ആട്ടിനെ വാങ്ങിക്കാം. ഒന്നാമത് അവന് ഇഷ്ടമല്ല, അവന് സമാധാനം ആയാടാ. സാരമില്ല മൈ, നമുക്ക് ഒരിടത്തെ ഒരു ഇരട്ട പെറ്റ 2 നിപ്പുണ്ട്, അതിനെ വാങ്ങിക്കാം. 2 മായി, 1 2 മായി ഈ പൈസ. അഴിക്കടാ അങ്ങോട്ട്. അമ്മണിക്കുട്ടിയെ, മക്കളെ, അമ്മണിക്കുട്ടി പറയാം, വാ ഇങ്ങോട്ട്. നല്ലായിരുന്നല്ലേ അവള്, പാവം. മക്കളെ ഓടല്ലേടി, പയ്യം പോടി. അമ്മണിക്കുട്ടി അമ്മണിക്കുട്ടിയെ വാ, അവളെ സന്തോഷം കണ്ടടാ കൊണ്ട് കൊടുത്തിരിക്കുന്നവൻ. വാ ഇങ്ങോട്ട്, അവരൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ അങ്ങോട്ട്. മാവോ സന്തോഷായല്ലേ? സന്തോഷം കൊണ്ട് കണ്ട ആനന്ദ കണ്ണീര്. നീ എന്തോന്ന് വേണം? കഷ്ടം. സമാധാനമായാലും. അല്ലടാ, ഞാന് കുട്ടമേശ്വരിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായി. എന്തിന്? എന്റെ കുട്ടിക്ക് ഒരു കൂടുപണി. അയ്യോടാ അമ്മാവാ. Aliens